നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നടന്നിട്ടുള്ള കലാപങ്ങളിൽ 150-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ 2000-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല, കൂടാതെ നിസ്സാരമായി പരിക്കേറ്റവരടക്കം ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികൾ തന്നെ ആശുപത്രികളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, അതിനെ നേരിടാനായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവരുടെ നേതൃത്വത്തിലുള്ള അവരാണ് പ്രധാനമന്ത്രി, നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിതീവ്രമായിട്ടാണ് ഇതിനെ നേരിട്ടത്. അവർ ഏതാണ്ട് 70,000-ഓളം വരുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളെയും കൂടാതെ പോലീസുകാരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നേരിട്ടത്. റബ്ബർ ബുള്ളറ്റുകളും സൗണ്ട് ബോംബുകളും ഒക്കെ ആയിട്ടാണ് ഇതിനെ നേരിട്ടത്. അപ്പോൾ ഇതിൽ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ വന്നിട്ടുള്ള പല വാർത്തകളിലും നമുക്ക് കൃത്യമായിട്ട് കാണാം, ഈ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവരുടെ പോലീസിന് നേരെയും സൈന്യത്തിന് നേരെയും ഒക്കെ അവർ ഓടിക്കളയല്ല ചെയ്യുന്നത്, നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ വെടിവെച്ചോളൂ, ഞങ്ങൾ മരിച്ചോളാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. റബ്ബർ ബുള്ളറ്റുകളേറ്റ് വെടിയേറ്റിട്ടുള്ള ഒരാൾ തൽക്ഷണം മരിക്കുന്ന വീഡിയോ തന്നെ ഞാൻ ഒരു നാഷണൽ മീഡിയയിൽ കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം അവിടെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ ആ കാരണം അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ അറിയേണ്ടതുണ്ട്. നേരത്തെ ഇത് ബംഗ്ലാദേശ് ആയിരുന്നില്ല, നമുക്കറിയാം ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു. അതായത് കിഴക്കൻ പാകിസ്ഥാനും അതുപോലെ വെസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇപ്പോഴും പാകിസ്ഥാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ രാജ്യമാണ് ഇപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാനാണ് സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശായി മാറിയത്. അപ്പോൾ ആ മാറിയതിൻ്റെ പിന്നിലുള്ള കാര്യം, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊക്കെ വിഭജിച്ചതിന് ശേഷം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഭരിക്കുന്നവരൊക്കെ തന്നെ ഈ വെസ്റ്റേൺ പാകിസ്ഥാനിലുള്ളവരാവുകയും ഇവർക്ക് വേണ്ടത്ര പ്രാധാന്യം അവിടുത്തെ ജനതയ്ക്ക് കിട്ടാതെ പോവുകയൊക്കെ ചെയ്തു. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള വലിയ അസമത്വങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഒരു വലിയ സൈക്ലോൺ ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും അവരൊക്കെ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ പോലും ഈ വെസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്ന് വലിയ സഹായമൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഏതാണ്ട് 60,000-ഓളം വീടുകളൊക്കെ നശിച്ചു പോയ വലിയ രീതിയിലുള്ള ഒരു സൈക്ലോൺ ആയിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആദ്യം അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് പോലെ നടക്കുന്ന അവിടുത്തെ ഇലക്ഷനിൽ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതൽ സീറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. 162 സീറ്റ്, 130-ലധികം സീറ്റുകൾ മാത്രമേ വെസ്റ്റേൺ പാകിസ്ഥാനിലുള്ളൂ. അപ്പോൾ 1971 മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ മുക്തിവാഹിനി എന്നൊക്കെ പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും അവരുടെ ഒരു പാർട്ടി ഉണ്ടാവുകയും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വലിയ രീതിയിൽ ഭൂരിപക്ഷം കിട്ടുകയും അവർ അവിടെയുള്ള മജോറിറ്റി സീറ്റുകൾ തന്നെ ഏതാണ്ട് എല്ലാ സീറ്റുകളും തന്നെ ജയിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ ജയിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഈ മുജീബ് റഹ്മാനാണ് പിന്നെ ഇത് ഈസ്റ്റും വെസ്റ്റുമായിട്ടുള്ള പാകിസ്ഥാനെ ഭരിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാലോ, പാകിസ്ഥാനിൽ അങ്ങനെയുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കണം എന്നില്ല. അപ്പം തന്നെ അവിടെ സൈന്യത്തിനാണ് വലിയ പരമാധികാരമുള്ളത്. സൈന്യം പക്ഷേ ഈ ഇലക്ഷനെയും അതിൻ്റെ റിസൾട്ടിനെയും അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉടലെടുക്കുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവരതിനെ വിളിക്കുന്നത് ലിബറേഷൻ വാർ എന്നാണ്, എന്ന് പറഞ്ഞാൽ വിമോചന സമരം എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിമോചന സമരം ഈ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെയൊക്കെ സഹായത്തോടു കൂടി അവർ 1972 ഇതൊരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ ജനനം. അപ്പോൾ അന്ന് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ അവർ വിളിക്കുന്നത് ലിബറേഷൻ വാർ എന്നാണ്. ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഒരാളാണ് മുജീബ് റഹ്മാൻ. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു രാഷ്ട്രപിതാവാണ്. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിനെ പോലെയാണ് അവിടുത്തെ അവാമി ലീഗ്. അതുപോലെ തന്നെ ഗാന്ധിജിയൊക്കെ പോലെ തന്നെ കണക്ക് കൂട്ടുന്ന ഒരാളാണ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരിക്കുകയും ആ ഭരണത്തിലേറുമ്പോൾ അവരവിടെ ഒരു സംവരണം പ്രഖ്യാപിച്ചു. ആ സംവരണം എന്ന് പറയുന്നത് സാധാരണ അവിടെ മൈനോറിറ്റീസിന് സംവരണമുണ്ട്, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംവരണമുണ്ട്, സ്ത്രീകൾക്ക് 10% സംവരണമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള സംവരണങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് എല്ലാം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 26% വരും. അപ്പോൾ ഈ 26% കൂടാതെ അവരൊരു വലിയ സംവരണം പ്രഖ്യാപിച്ചു. അത് ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അത് 30% സംവരണമാണ്. ഈ 30% സംവരണം പ്രഖ്യാപിച്ചത് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കാണ്, അതായത് ലിബറേഷൻ വാറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കാണ്.
അതെല്ലാം തന്നെ ഈ അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആളുകൾക്കായിരിക്കുമെന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അന്നൊന്നും ആളുകൾ എതിർത്തില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കല്ലേ എന്ന് വിചാരിച്ചു. നമുക്കൊക്കെ ഇന്ത്യയിൽ അറിയാം, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നമ്മൾ കൊടുക്കുന്നത് പെൻഷൻ മാത്രമാണ്, അല്ലാതെ മറ്റാനുകൂല്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് കൊടുക്കുന്നില്ല. അത് തന്നെ ആ തലമുറക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 1972 ഇത് സംഭവിച്ചുവെങ്കിൽ 75 അവിടെ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നുണ്ട്. സിയാ ഉൽ ഹക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നു. അങ്ങനെ പട്ടാള അട്ടിമറി നടന്നു. പട്ടാള ജനറൽ അവിടെ മേധാവിയായിട്ട് വരുന്നു. ആ സമയത്ത് ഈ പറയുന്ന മുജീബ് റഹ്മാൻ വധിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലരുമൊക്കെ വധിക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ അവർ വിദേശത്തായിരുന്നു. ആ വിദേശത്തായപ്പോൾ അവർ രണ്ടുപേരും ആ വിദേശത്തായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിൽ ഒരാളാണ് ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീന വാജിദ് എന്ന് നിങ്ങളറിയണം. അപ്പോൾ ഇതിൽ 77 പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് നേരത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കാണ് 30% സംവരണം കൊടുത്തിരുന്നത് ഗവൺമെൻറ് ജോലികൾക്കെങ്കിൽ, അത് ഗവൺമെൻറ് ജോലികൾക്ക് ഇവരുടെ മക്കൾക്ക് കൂടി നൽകാൻ തീരുമാനിച്ചു 77. അതും വലിയ കാര്യമായിട്ടുള്ള എതിർപ്പൊന്നും അവിടെ ഉണ്ടാക്കിയില്ല. പക്ഷെങ്കിൽ പോലും 2010 എത്തുമ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകളുടെ ചെറുമക്കൾക്കും കൂടി ഈ ഗവൺമെൻറ് സർവീസിൽ വലിയ ഈ 30% സംവരണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അതായത് മൊത്തം 56% സംവരണം, 56%ത്തിൽ 30% തന്നെ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അപ്പോൾ അവർക്കാണിത് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമെന്ന്. പക്ഷേ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭത്തിൻ്റെ കാരണം 2 കാരണങ്ങളാണ്. ഒന്നത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവരണം, അതും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും പിന്നെ ചെറുമക്കൾക്കും കൂടി കൊടുക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെ കൃത്യമായിട്ടല്ല അവിടെ നടക്കുന്നത്. കാരണം സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് തീരുമാനിക്കുന്നത് അവാമി ലീഗാണ്. അപ്പോൾ അവാമി ലീഗിൻ്റെ പ്രവർത്തകരെ തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സർവീസുകളിൽ നിയമിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞ് ഏതാണ്ട് 64,000-ഓളം വരുന്ന പരാതികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വന്നത്. അപ്പോൾ അതിനോടുള്ള പ്രക്ഷോഭങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 2018 എത്തിയപ്പോൾ ഗവൺമെൻറ് അതിൽ ചെറിയ മാറ്റം വരുത്തി. ആ ഗവൺമെൻറ് ചെറിയ മാറ്റം വരുത്തിയത് ഒരു എ ഗ്രേഡ്, ബി ഗ്രേഡ്, അതായത് ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ആയിട്ടുള്ള തൊഴിലുകളിൽ ഇത് ബാധകമാക്കിയില്ല. അതായത് 3rd, 4th ആയിട്ടുള്ള ഗ്രേഡുകളിലാണ് പിന്നീട് ഇത് ബാധകമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഗ്രേഡുകളിൽ ബാധകമാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയ തോതിലുള്ള ആ ഒരു എതിർപ്പിന് ചെറിയ തോതിലുള്ള ശമനം വന്നു. അപ്പോൾ ആ സമയത്ത് അന്നേരവും ഷെയ്ഖ് ഹസീന വാജിദാണ് അവിടെ ഭരിക്കുന്നത്. അവർ ഇപ്പം 4ാമത്തെ തവണയാണ് ഇപ്പോൾ അധികാരത്തിലേറ്റിട്ടുള്ളത്. അധികാരത്തിലേറ്റതിൽ ചില രസകരമായ കഥകളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ അവർ അധികാരമേറ്റിട്ടുള്ളതാണ്. അപ്പോൾ അവർ അതിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചെറുമക്കളായിട്ടുള്ള ഏതാനും ചില ആളുകൾ, ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ലിബറേഷൻ വാറിൽ പങ്കെടുത്തിട്ടുള്ള ചെറുമക്കളായിട്ടുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നു ഗവൺമെൻറ്റിനോട്. അങ്ങനെ ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളിലേക്ക് പോയി അവരിത് പുനഃസ്ഥാപിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള ഈ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ് വേറൊരു കാര്യം കൂടി ചെയ്തു. ഇത് കോടതി പറഞ്ഞതുകൊണ്ട് അവർ പുനഃസ്ഥാപിക്കാൻ ആലോചിച്ചെങ്കിൽ പോലും അവർ ഇതുവഴി ഉണ്ടാകാവുന്ന വലിയ പ്രക്ഷോഭത്തെ അവർ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് അവരുടെ തന്നെ തീരുമാനത്തിനെതിരെ അവർ അപ്പീൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞങ്ങളിത് ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ അപ്പീൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് ജനങ്ങൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ക്യാമ്പസുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ആ പ്രക്ഷോഭത്തിൻ്റെ അടിയന്തര ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യം മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിക്കുകയും 8 മണി മുതൽ 10 മണി വരെ മാത്രം ഇത് ആളുകൾക്ക് പുറത്തിറങ്ങി ഭക്ഷണം വാങ്ങിക്കാമെന്നൊക്കെയുള്ള നിബന്ധനകൾ കൊണ്ടുവരികയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും സുപ്രീം കോടതി ഇത് പരിഗണിക്കുകയും ഈ സംവരണം അപ്പാടെ തന്നെ എടുത്തു കളയുകയും ഏതാണ്ട് 7% മാത്രം സംവരണം മാത്രം മതി എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അതായത് 92-93% സംവരണവും ഇപ്പം മെറിറ്റിലാണ്. 5% മാത്രം സംവരണമേ ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയൂ. അതായത് ഇത് അവകാശമാണ് ഞങ്ങൾക്ക്. മുത്തച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതുകൊണ്ട് എനിക്കും ഈ ജോലി കിട്ടണം, ഗവൺമെൻറ് ജോലിക്ക് അവകാശമുണ്ട്, എനിക്ക് സംവരണം വേണമെന്ന് പറഞ്ഞു എത്തിയ ആളുകളോട് അത് 5% സുപ്രീം കോടതി ചുരുക്കി. കൂടാതെ ബാക്കിയുള്ള 2%-ഓളം സംവരണം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും അതുകൂടാതെ മൈനോറിറ്റീസിനും ഒക്കെ ആയിട്ട് സുപ്രീം കോടതി പരിമിതപ്പെടുത്തി. അപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഇതിനൊരു ശമനം വന്നേക്കാണ്.
ഇതിന് യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ്? ഈ സംവരണം മാത്രമാണോ കാരണം എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിലുള്ള കാരണം ഇതല്ല. അവിടെ ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം അവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 17 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഈ 17 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഉത്തർപ്രദേശിലേക്ക് 20 കോടി ജനങ്ങളാണ്. അപ്പോൾ അതിനോടടുത്തൊരു പോപ്പുലേഷനാണ്. പക്ഷേ അതിൻ്റെ പകുതി മാത്രമേ അവിടെ വിസ്തൃതിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആകെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോഴുള്ള അവരുടെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് 59% തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവും. രണ്ടാമത്തത് തീഷ്ണത മനസ്സിലാവും. രണ്ടാമത്തത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ജനസംഖ്യയിൽ 15-നും 30 വയസ്സിനും പ്രായമുള്ള ആളുകൾ എന്ന് പറയുന്നത് 29%. അതായത് ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 എന്ന് പറയുന്നത് ഒരു തൊഴിലെടുക്കാൻ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരു കൊല്ലം പഠിച്ചു കഴിഞ്ഞിറങ്ങുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് 19 ലക്ഷത്തോളം ആളുകളാണ്. ഈ 19 ലക്ഷത്തോളം ആളുകളിൽ മഹാഭൂരിപക്ഷവും ട്രൈ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനാണ്. കാരണം മറ്റ് ജോലികളിലൊക്കെ കുറവുണ്ടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഗവൺമെൻറ് ജോലികളിൽ കുറച്ചുകൂടി നല്ല ശമ്പളവും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് ജോലി കിട്ടാനാണ്. അപ്പോൾ ഈ 19 ലക്ഷം ആളുകളിൽ ഏതാണ്ടൊരു 3% ആളുകൾക്കോ 4% ആളുകൾക്കാണ് 5 കൊല്ലം കൊണ്ട് ഗവൺമെൻറ്റിന് ജോലി കൊടുക്കാൻ കഴിയുന്നത്. അവിടെ ആകെയുള്ള ഗവൺമെൻറ് ജോലികൾ എന്ന് പറയുന്നതിന് 20 ലക്ഷത്തിൽ താഴെയാണ്. 19,63,000 ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള ആളുകളൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നേരെ തിരിച്ച് ഒരു സൈഡിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുന്നു. ഇത് പറയുമ്പോഴും അവിടെ ഈ ഹസീന വാജിദിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം 4ാമത്തെ തവണയാണ് അവർ അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവർ 2022 തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിലും അവരാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ളൊരു സ്ഥിരത ഉണ്ടായതുകൊണ്ട് അവിടെ വലിയ വളർച്ച നേടിയിരുന്നു അവർ സാമ്പത്തികമായി. 1971 പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴുള്ള ബംഗ്ലാദേശിനേക്കാൾ 70% റിച്ചായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. 70%. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ച് പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശ് 45% റിച്ചാണ്. അവരുടെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് തന്നെ ഏതാണ്ട് 11% ഒക്കെയാണ്. വലിയ ഗ്രോത്ത് റേറ്റാണ് കാണിക്കുന്നത്. ഈ ഇന്ത്യയുമായി കമ്പയർ ചെയ്താൽ പോലും അവർ മുൻപിലാണ് ചില കാര്യങ്ങളിൽ. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഇക്കോണമി ആയിരുന്നു അവർ. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നു. അതുകൂടിയാണ് ഈ പ്രക്ഷോഭത്തിന് കാരണമായിട്ടുള്ള 2ാമത്തെ കാരണം. കാരണം സാമ്പത്തികമായി ബംഗ്ലാദേശ് ഒരുപാട് താഴേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ പോലും ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് 2621 US ഡോളറാണ്. 2621 US ഡോളറാണ്. ഇന്ത്യയുടെ എന്ന് പറയുന്നത് 2612 എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ കുറവാണ്. പാകിസ്ഥാൻ്റെ എന്ന് പറയുന്നത് 1479. ഇതിനെക്കുറിച്ച് ശശി തരൂർ തന്നെ കഴിഞ്ഞ തവണ ട്വീറ്റ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു ഈ പറയുന്ന 1970 സാമ്പത്തിക സ്ഥിതി കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ സാമ്പത്തികമായി മുന്നോക്കം വന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പക്ഷെ അതിനും താഴേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ തൊഴിലില്ലായ്മ കുതിച്ചു കയറുന്നു. അവിടെ തൊഴിലവസരങ്ങൾ കുറയുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ കുറയുന്നു. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ കിറ്റക്സ് ഉണ്ട് സാബുവിൻ്റെ. ആ സാബുവിൻ്റെ കിറ്റക്സിനൊക്കെ കിട്ടിയിട്ടുള്ള പല ഓർഡറുകളും, അതായത് നമ്മുടെ വാൾമാർട്ട് അടക്കമുള്ള ആ കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ള ഓർഡറുകളൊക്കെ തന്നെ നേരത്തെ അത് ബംഗ്ലാദേശിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അവിടെയുള്ള കമ്പനികൾക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലടക്കം നേരത്തെ തന്നെ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വളർച്ച അതിനെ വലിയ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, വിയറ്റ്നാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഡീകപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ചൈനയിൽ നിന്ന് ബന്ധം വേർപെടുത്തി പിരിയുക കമ്പനികൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബന്ധം വേർപെടുത്തി പിരിഞ്ഞ 56 കമ്പനികൾ കഴിഞ്ഞ കൊല്ലം അവിടെ നിന്ന് ബന്ധം വേർപെടുത്തി പിരിഞ്ഞു. അതിൽ ഫോക്സ്കോം ഉണ്ട്, ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, LG ഉണ്ട്, ഇത്തരത്തിലുള്ള വലിയ കമ്പനികളൊക്കെ ഉണ്ട്. ആ കമ്പനികളിൽ ഏതാണ്ട് 26 കമ്പനികളും പോയത് ഈ വിയറ്റ്നാമിലേക്കാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ 11 കമ്പനികൾ തായ്വാനിലേക്കാണ് പോയത്. മറ്റ് കമ്പനികൾ മാത്രമേ ചില രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വിയറ്റ്നാം വളരുമ്പോൾ അതും കൂടി ഇവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഘട്ടത്തിലാണ് 59% പേർ തൊഴിലില്ലാതെ അലയുമ്പോഴാണ് അവിടെ ഇൻഫ്ലേഷൻ കുതിച്ചു കയറുന്നത്, അതായത് പണപ്പെരുപ്പം കുതിച്ചു കയറുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റം അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും ജനങ്ങൾക്ക് തൊഴിലില്ല, ജനങ്ങളുടെ കയ്യിൽ പണമില്ല, അതേസമയം തന്നെ ഇപ്പുറത്ത് സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ ജനജീവിതം എത്ര ദുസ്സഹമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ.
9.73% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ 2011 മുതലുള്ളതിൽ ഏറ്റവും ഉയർന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ ചിന്തിക്കാം. അതിൻ്റെ ഒപ്പമാണ് ഈ സംവരണം വരുന്നത്. അതുകൊണ്ടാണ് ഈ സംവരണത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഇത്ര വലിയ രീതിയിൽ ആഞ്ഞടിക്കാനുള്ളൊരു കാരണം. ഇതാണ് അവിടുത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ്. ഒന്ന്, തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് ഇൻഫ്ലേഷൻ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പാണ്. അതിന് പറയുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ആദ്യം ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളും ഇതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കോടതി പോയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ പോലും ഇടയ്ക്ക് വെച്ച് ഷെയ്ഖ് ഹസീന വാജിദ് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഈ സംവരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും ചെറുമക്കൾക്കും കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുന്നത്, റസാക്കാരുടെ മക്കൾക്കാണോ എന്നാണ് ചോദിച്ചത്. റസാക്കാർ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വേർഡാണ്. ട്രൈറ്റർ അല്ലെങ്കിൽ സഹായി എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. പക്ഷേ എങ്കിലും റസാക്കാർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും മോശപ്പെട്ടൊരു പദമാണ്. അതിൻ്റെ കാരണം ഈ ബംഗ്ലാദേശിൽ ഇവർ വിമോചന സമരവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടത്തിക്കൊണ്ട്, ലിബറേഷൻ വാറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വെസ്റ്റ് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു വിങ് അവിടെ ഉണ്ടായിരുന്നു. ആ വിങ്ങിനെയാണ് റസാക്കാർ എന്ന് വിളിക്കുന്നത്. സാധാരണ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹികളായിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട മനുഷ്യരായിട്ടും വൃത്തികെട്ട പദമായും കാണുന്നൊരു കാര്യമാണ് ഈ പറയുന്ന റസാക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വിളി വന്നു. അതിനെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടക്കമുള്ള 2 മന്ത്രിമാർ ഇത് വീണ്ടും ആവർത്തിച്ചു. ഇത് ജനത്തെ അങ്ങേയറ്റം രോഷം കൊള്ളിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത മുദ്രാവാക്യം വന്നത് തുമീക്കെ അമീക്കെ, നിങ്ങളാരാണ് ഞങ്ങളാരാണ്, ഞങ്ങൾ റസാക്കാരാണ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അവിടെ വന്നത്. ഇത് പറയുന്നത് ആരാണ്? പറയുന്നത് ഡിക്റ്റേറ്ററാണ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം വന്നു. അതായത് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യുവതികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിൽ യുവതികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ലക്ഷക്കണക്കിന് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ സമയത്താണ് നേരത്തെ പറഞ്ഞ ഇതിനെ ട്രിഗർ ചെയ്യാൻ വീണ്ടും അടുത്തൊരു സംഭാഷണം കൂടി ഉണ്ടാകുന്നു. അവാമി ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നു ഛാത്ര ലീഗ് എന്ന് ഇതിനെ നേരിടും, കാരണം ഈ റസാക്കാർ എന്ന് പറയുന്ന ആളുകൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നു. അതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛാത്ര ലീഗ് എന്ന് പറഞ്ഞാൽ അവാമി ലീഗിൻ്റെ സ്റ്റുഡൻറ് വിങ് ആണ്. അപ്പോൾ അവാമി ലീഗിൻ്റെ സ്റ്റുഡൻറ് വിങ്ങിനോടുകൂടി ഇവരെ ആക്രമിക്കാൻ പറയുകയാണ്. നേരത്തെ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ പല സംഭവങ്ങളായിട്ട് ഇതിന് സാമ്യം തോന്നാം. അപ്പോൾ അത്തരത്തിൽ ആക്രമിക്കാൻ പറയുന്നു. സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള വലിയ ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങളിൽ കൂടിയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഇത് വീണ്ടും ആളിക്കത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ പറയുന്നത് ആരാണ് ഡിക്റ്റേറ്റർ ആണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 2024 ജനുവരിയിലാണ് അവിടെ ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ അവാമി ലീഗിൻ്റെ പാർട്ടി ജയിച്ചത് ആകെ 300 സീറ്റുകളേ ഉള്ളൂ. അതിൽ ജയിച്ചത് 222 സീറ്റുകളിലാണ്. 222, 224 സീറ്റുകളിലാണ് അവർ ജയിച്ചത്. കാരണം 2 റിപ്പോർട്ടുകൾ 2 തരത്തിലാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഒരു 64ഓളം പേർ അവിടെ സ്വതന്ത്രരായിട്ടും ജയിച്ചു. അപ്പോൾ ഇത്രയും ആളുകളാണ് ജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എത്ര വലിയ ഭൂരിപക്ഷമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. 300-ൽ 224 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് ഇല്ലേ? അപ്പോൾ അവർക്ക് അത്ര വലിയ ജനപിന്തുണ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ല. കാരണം ഇത് ജയിക്കാനുള്ളൊരു കാരണം, അതുകൊണ്ടാണ് ഇവർ ഡിക്റ്റേറ്റർ ആവുന്നത്. ശരിക്കും അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതിയാണ് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇതിൻ്റെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഈ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു, ബഹിഷ്കരിച്ചു. ആ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാമത്തേത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. അതായത് അവരാണ് ഖാലിദ സിയ എന്ന് പറയുന്ന നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന അവരുടെ പാർട്ടിയാണ്. അവർ ജയിലിലാണ്. കൂടാതെ അതിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം നേതാക്കളും ജയിലിലാണ്. അപ്പോൾ ഈ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിലൊന്നും അടച്ചിട്ടില്ല. ഇപ്പോൾ ആകെ കേജ്രിവാളൊക്കെ മാത്രമേ ഇങ്ങനെ അകത്ത് പോയിട്ടുള്ളൂ. മറ്റ് അക്കൗണ്ടൊക്കെ മരവിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് കോൺഗ്രസിൻ്റെയൊക്കെ. പക്ഷേ ഇത് അങ്ങനെയല്ല, നേരെ എല്ലാവരെയും പിടിച്ച് ജയിലിലിടുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പാർട്ടി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും സ്വാധീനമുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്. ആ പാർട്ടിയെ ഇവർ ഭീകരവാദികളായി തന്നെ പ്രഖ്യാപിക്കുകയും ആ ഭീകരവാദികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ നേതാക്കന്മാരെയും തന്നെ ജയിലിലടക്കുകയും ഏതാണ്ട് ഒരു 1/2 ഡസനോളം നേതാക്കന്മാരെ തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. ഇതൊക്കെ ചെയ്തിട്ടും ഈ പ്രതിപക്ഷം ബോയ്ക്കോട്ട് ചെയ്തിട്ടും അവിടെ ആളുകൾ ടേൺ ഔട്ട് വോട്ട് ചെയ്യാൻ വന്ന ഏതാണ്ട് 45% ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഈ ഏകാധിപത്യമായ ഭരണം എത്രത്തോളം നീളുന്നു എന്നറിയുന്നത്. ഇത് മാത്രമല്ല, വിയോജിക്കുന്നവരെല്ലാം ജയിലിലടക്കാണ് സാധാരണ അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ
മുഹമ്മദ് യൂനസ് ജലീലി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടുത്തെ ഒരു മൈക്രോ ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഒരു ബാങ്ക് തുടങ്ങുകയും അത് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഇസാഫൊക്കെ പോലെയുള്ള ഒരു മൈക്രോ ഫിനാൻസിൻ്റെ ബാങ്ക് തുടങ്ങുകയും അത് വലിയ രീതിയിൽ പ്രചാരത്തിലാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും ഈ ഷെയ്ഖ് ഹസീനയുമായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിലല്ല. ഇപ്പോൾ ലേബർ നിയമങ്ങൾ അവിടെ പാലിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ മുഹമ്മദ് യൂനൂസിനെയും പിടിച്ച് ഇപ്പോൾ 6 മാസത്തേക്ക് ജയിലിലിട്ടേക്കാണ്. അങ്ങനെ എതിർക്കുന്ന ആളുകളെയൊക്കെ തന്നെ ജയിലിലാക്കിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീന അവിടെ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. 4ാമത്തെ തവണയാണ് അവർ ഭരിക്കുന്നത്. അതിന് മുൻപ് അവർ 1996, 2001 കാലഘട്ടങ്ങളിലാണ് അവർ ഭരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണേണ്ടത്, അവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം, അല്ലെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം അത് ബംഗ്ലാദേശാണ്. അവർ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളുമൊക്കെ അവിടെ ബംഗ്ലാദേശിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടൊക്കെ ഈ ഭരണത്തോട് തന്നെ വലിയ വിപ്രതിപത്തി ഉണ്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വിയറ്റ്നാമിൻ്റെയൊക്കെ വളർച്ച ഉണ്ടാകുന്നത്. വിയറ്റ്നാമിൽ ഏക പാർട്ടിയാണ് ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാകുന്നിടത്തെല്ലാം വലിയ ഇക്കണോമിക് വളർച്ച ഉണ്ടാവും. ചൈനയിലും അത്തരത്തിലുള്ള സാമ്പത്തികമായ വളർച്ചയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ രാജ്യങ്ങളിലൊന്നും വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാത്തത് ഈ ഏകാധിപത്യമൊക്കെ ആളുകൾ സഹിക്കുമ്പോൾ പോലും പലപ്പോഴും അവിടെയൊക്കെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുകൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ചയൊക്കെ നേടുന്നത് കൊണ്ടാണ് അവരിതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതും എന്തെങ്കിലും പൊളിയും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ കുറേ കാലം ഇത് സഹിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൽ രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചേക്കാണ്. അതായത് ഒന്ന്, ആളുകൾക്ക് ജീവിതം അധികം ദുസ്സഹമായിരിക്കുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു ഏകാധിപത്യവും അടിച്ചമർത്തലും കൂടി വരുമ്പോൾ ഇതിനെതിരെ ആയിട്ടുള്ള വലിയ പ്രക്ഷോഭമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്ന് കൂടി കേൾക്കണം. ഇന്ത്യയിൽ 1971 മുമ്പ് തന്നെയും അതിനുശേഷവും ഒക്കെ ഏതാണ്ട് അവിടെ നിന്ന് 1 കോടിയിലധികം ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനുശേഷവും ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ്, അതായത് കുടിയേറുന്ന ആളുകൾ ഒരുപാട് പേര് ബംഗാളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വീടുകളിലൊക്കെ പണിയെടുക്കാൻ വരുന്നത് ചിലപ്പോൾ ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളിലൊക്കെ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഈ ഭരിക്കുന്നവർ മിക്കവാറും നോക്കുന്നത് വോട്ട് ആണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ അവർ സ്വീകരിക്കുകയും അവർക്ക് പലപ്പോഴും പൗരത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ. കാരണം ആ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഷെയ്ഖ് ഹസീനയുടെ ഒരു തന്ത്രമാണ്. നമ്മൾ നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. പക്ഷെ അത് മമതാ ബാനർജിയാണ്. അവർ ബംഗാളിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ അത് സ്വീകരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അവിടെ ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളൊക്കെ കൂടുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മമതാ ബാനർജിക്ക് കരുത്തേകും അടുത്ത വോട്ടെടുപ്പിൽ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. പക്ഷേ നമുക്കറിയാം ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമല്ലാതെ അവിടെ നിന്ന് കുടിയേറുന്നവരുടെ നമ്പർ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് വലിയ പ്രശ്നമാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ മിത്രമായിട്ടുള്ള ഒരു രാജ്യമാണ് തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്ത്യ എക്കാലത്തും അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയൊക്കെ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും BJPക്കും വളരെ പ്രിയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ചെയ്യാൻ തന്നെയാണ് സാധ്യതകളുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും ഒക്കെ അവിടെ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഇപ്പോൾ തൽക്കാലം അവിടെ കെട്ടടങ്ങിയിട്ടുള്ള ഒരു കനൽ അത് നീറി പുകയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എത്ര നാളാണ് ഈ ശാന്തത ബംഗ്ലാദേശിനുണ്ടാവുക എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. കാരണം അവിടെ വീണ്ടും അവരുടെ സാമ്പത്തിക വളർച്ച ഇല്ലാതിരിക്കുകയും അത് താഴോട്ട് പോവുകയും തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും ഈ പറയുന്ന ഗവൺമെൻറ് ജോലികളിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, അത് വളരെ കുറഞ്ഞ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ സാധ്യതകളൊന്നും ഇല്ലാതാവുകയും കൂടാതെ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെയൊക്കെ എണ്ണം കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയൊരു കാലുഷ്യത്തിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാതെ വയ്യ. നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികമായി മാത്രമേ ഏകാധിപതികൾക്ക് നേട്ടങ്ങളുണ്ടാവുകയും അവർക്ക് ഒരു ജനതയെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇത് എത്ര നാൾ ബംഗ്ലാദേശിൽ ഈ സമാധാനം തുടരും എന്ന് മാത്രമാണ് നമ്മൾ ഇനി ആലോചിക്കാനുള്ളത്.